എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ചിന്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പല ബന്ധങ്ങളും തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതായത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലരോ അഭിനയിക്കാൻ മെടുക്കരുത്. നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ നിന്ന് മാക്സിമം ക്യാഷ് അല്ലെങ്കിൽ സ്വത്തോ എന്തെങ്കിലും മാക്സിമം വട്ടിയെടുക്കാൻ ശ്രമിക്കും. ലാസ്റ്റ് അവരെ ബിഗ് സീറോ ആക്കി വിടും. അങ്ങനെ കുറച്ച് പേര്. ഇത്രയേ ഉള്ളൂ. ബന്ധനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ബന്ധങ്ങൾ ഇല്ലാതായാൽ ജീവിതം പിന്നെ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയായി തീരാൻ വളരെ നിമിഷങ്ങൾ മതിയാകും. നല്ല ബന്ധങ്ങൾ എന്നും അതിൻ്റേതായ ഒരു പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ്. ബന്ധങ്ങൾ എന്നും ശാശ്വതമാകണമെന്നില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് മതി ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ ജീവിതത്തിൽ കുറേ പോസിറ്റീവ് എനർജി ലഭിക്കാൻ പതുക്കെ ആയാലും ആ ഒരു ശ്രമം നമ്മൾ തുടരുക തന്നെ വേണം. ബന്ധങ്ങൾ എത്ര ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും, അല്ലേ? പാമ്പിന് കാലില്ല, തേരട്ടയ്ക്ക് എത്ര കാലുകൾ? 2 ലക്ഷമാണ്. ഇന്ന് സ്വന്തം സഹോദരങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്നത്തെ ബന്ധങ്ങൾ പർവ്വതം പോലെയുള്ള ഒരു പണക്കൂമ്പാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവരെ തേടിപ്പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം എന്ന വിശ്വാസത്തോടെ സർവ്വം ഈശ്വരാർപ്പണമായി സങ്കല്പിച്ച് ജീവിച്ചാൽ ജീവിതം കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കും. നമ്മൾ നല്ലവരെന്ന് വിചാരിച്ചവർ നല്ലവരോ ചീത്തയെന്ന് വിചാരിച്ചവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മറ്റു ചിലർ അഭിനയമില്ലാതെ ജീവിക്കുന്നവരുമായിരിക്കും. മനസ്സ് സ്കാൻ ചെയ്യുമ്പോഴേ മിന്നുന്നതെല്ലാം പൊന്നാണോ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത നല്ലതായിരിക്കും. അത് ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഇതുപോലെയൊക്കെ തന്നെ. വരാഹി അമ്മയുടെ മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നവർക്ക് അമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ശരിയാണോ, അത് നമുക്ക് കൊണ്ട് ഗുണമുണ്ടോ, അത് ചെയ്താൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളൊരാളോട് ഇടപെടാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ പറയാൻ പോകുന്ന കാര്യം നമ്മളെ പോലും സംരക്ഷിക്കാൻ കഴിവുള്ള മന്ത്രമാണ് വരാഹി മന്ത്രം. പഞ്ചമുഖി, ദണ്ഡനാഥ, വാർത്താളി എന്നൊക്കെ നാമത്തിൽ അറിയപ്പെടുന്നതാണ് വരാഹി ദേവി. രാത്രികാലങ്ങളിൽ ജപിക്കുന്ന മന്ത്രം ഭയങ്കര ഉത്തമമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അത്രയും പവർഫുള്ളാണ്. അതാ ജപിച്ച് അനുഭവം കിട്ടിയവരാണ് ഈ പറയുന്നത്. ദേവിയുടെ മന്ത്രം, ഇനി പറയാൻ പോകുന്ന മന്ത്രം കറക്റ്റ് നിങ്ങൾ 21 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം, നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ച, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പലർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി യാചിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നുള്ള ബോധ്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ചിന്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പല ബന്ധങ്ങളും തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതായത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലരോ അഭിനയിക്കാൻ മെടുക്കരുത്. നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ നിന്ന് മാക്സിമം
ക്യാഷ് അല്ലെങ്കിൽ സ്വത്തോ എന്തെങ്കിലും മാക്സിമം തട്ടിയെടുക്കാൻ ശ്രമിക്കും. ലാസ്റ്റ് അവരെ ബിഗ് സീറോക്കി വിടും. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇത്രയേ ഉള്ളൂ. ബന്ധങ്ങൾ ബന്ധനങ്ങൾ തന്നെയാണ്, പക്ഷേ ആ ഒരു ബന്ധങ്ങൾ ഇല്ലാതായാൽ ജീവിതം പിന്നെ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയായി തീരാൻ വളരെ നിമിഷങ്ങൾ മതിയാകും. നല്ല ബന്ധങ്ങൾ എന്നും അതിൻ്റെതായ ഒരു പവിത്രതയോട് കൂടി കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ്. ബന്ധങ്ങൾ എന്നും ശാശ്വതമാകണമെന്നില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് മതി ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ ജീവിതത്തിൽ കുറേ പോസിറ്റീവ് എനർജി ലഭിക്കാൻ പതുക്കെയായാലും ആ ഒരു ശ്രമം നമ്മൾ തുടരുക തന്നെ വേണം. ബന്ധങ്ങൾ എത്ര ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും, അല്ലേ? പാമ്പിന് കാലില്ല, തേരട്ടയ്ക്ക് എത്ര കാലുകൾ? 2 ലക്ഷമാണ്. ഇന്ന് സ്വന്തം സഹോദരങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്നത്തെ ബന്ധങ്ങൾ പർവ്വതം പോലെയുള്ള ഒരു പണക്കൂമ്പാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവരെ തേടിപ്പോകും. അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം എന്ന വിശ്വാസത്തോടെ സർവ്വം ഈശ്വരാർപ്പണമായി സങ്കല്പിച്ച് ജീവിച്ചാൽ ജീവിതം കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം. നമ്മൾ നല്ലവരെന്ന് വിചാരിച്ചവർ നല്ലവരോ ചീത്തയെന്ന് വിചാരിച്ചവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മറ്റു ചിലർ അഭിനയമില്ലാതെ ജീവിക്കുന്നവരുമായി. മനസ്സ് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സ് സ്കാൻ ചെയ്യുമ്പോഴേ അറിയും വെല്ലുന്നതെല്ലാം പൊന്നാണോ. ഒന്ന് ചിന്തിച്ചത് മാത്രം മതി. അപ്പം എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത നല്ലതായിരിക്കും. അത് ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഇതുപോലെയൊക്കെ തന്നെ. വരാഹി അമ്മയുടെ മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നവർക്ക് അമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ശരിയാണോ, അത് നമുക്ക് കൊണ്ട് ഗുണമുണ്ടോ, അത് ചെയ്താൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളൊരാളോട് ഇടപെടാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ പറയാൻ പോകുന്ന കാര്യം നമ്മളെപ്പോലും സംരക്ഷിക്കാൻ കഴിവുള്ള മന്ത്രമാണ് വരാഹി മന്ത്രം. പഞ്ചമുഖി, ദണ്ഡനാഥ, വാർത്താളി എന്നൊക്കെ നാമത്തിൽ അറിയപ്പെടുന്നതാണ് വരാഹി ദേവി. രാത്രികാലങ്ങളിൽ ജപിക്കുന്ന മന്ത്രം ഭയങ്കര ഉത്തമമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അത്രയും പവർഫുൾ ആണ്. അതാ ജപിച്ച് അനുഭവം കിട്ടിയവരാണ് ഈ പറയുന്നത്. ദേവിയുടെ മന്ത്രം, ഇനി പറയാൻ പോകുന്ന മന്ത്രം കറക്റ്റ് നിങ്ങൾ 21 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം, നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ച, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ചേരുന്ന ഒരു അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പലർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി യാചിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നുള്ള ബോധ്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കാം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ചിന്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പല ബന്ധങ്ങളും തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതല്ല, അതായത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലരോ അഭിനയിക്കാൻ പഠിക്കരുത്. നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ നിന്ന് മാക്സിമം ക്യാഷ് അല്ലെങ്കിൽ സ്വത്തോ എന്തെങ്കിലും മാക്സിമം തട്ടിയെടുക്കാൻ ശ്രമിക്കും. ലാസ്റ്റ് അവരെ ബിഗ് സീറോക്കി വിടും. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇത്രയേ ഉള്ളൂ. ബന്ധങ്ങൾ ബന്ധനങ്ങൾ തന്നെയാണ്, പക്ഷേ ആ ഒരു ബന്ധങ്ങൾ ഇല്ലാതായാൽ ജീവിതം പിന്നെ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയായി തീരാൻ വളരെ നിമിഷങ്ങൾ മതിയാകും. നല്ല ബന്ധങ്ങൾ എന്നും അതിൻ്റെതായ ഒരു പവിത്രതയോട് കൂടി കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ്. ബന്ധങ്ങൾ എന്നും ശാശ്വതമാകണമെന്നില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് മതി ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ ജീവിതത്തിൽ കുറേ പോസിറ്റീവ് എനർജി ലഭിക്കാൻ
പതുക്കെ ആയാലും ആ ഒരു ശ്രമം നമ്മൾ തുടരുക തന്നെ വേണം. ബന്ധങ്ങൾ എത്ര ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും, അല്ലെ? പാമ്പിന് കാലില്ല, തേരട്ടയ്ക്ക് എത്ര കാലുകൾ? 2 ലക്ഷമാണ്. ഇന്ന് സ്വന്തം സഹോദരങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്നത്തെ ബന്ധങ്ങൾ പർവ്വതം പോലെയുള്ള ഒരു പണക്കൂമ്പാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവരെ തേടി പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം എന്ന വിശ്വാസത്തോടെ സർവ്വം ഈശ്വരാർപ്പണമായി സങ്കല്പിച്ച് ജീവിച്ചാൽ ജീവിതം കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കും. നമ്മൾ നല്ലവരെന്ന് വിചാരിച്ചവർ നല്ലവരോ ചീത്തയെന്ന് വിചാരിച്ചവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ചിലർ അഭിനയമില്ലാതെ ജീവിക്കുന്നവരുമായിരിക്കും. മനസ്സ് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സ് സ്കാൻ ചെയ്യുമ്പോഴേ അറിയും എണ്ണുന്നതെല്ലാം പൊന്നാണോ. ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത നല്ലതായിരിക്കും. അത് ബന്ധത്തിന്റെ കാര്യത്തിലായാലും ഇതുപോലെയൊക്കെ തന്നെ. വാരാഹി അമ്മയുടെ മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നവർക്ക് അമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ശരിയാണോ, അത് നമുക്ക് കൊണ്ട് ഗുണമുണ്ടോ, അത് ചെയ്താൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളൊരാളോട് ഇടപെടാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ പറയാൻ പോകുന്ന കാര്യം നമ്മളെപ്പോലും സംരക്ഷിക്കാൻ കഴിവുള്ള മന്ത്രമാണ് വാരാഹി മന്ത്രം. പഞ്ചമുഖി, ദണ്ഡനാഥ, വാർത്താളി എന്നൊക്കെ നാമത്തിൽ അറിയപ്പെടുന്നതാണ് വാരാഹി ദേവി. രാത്രികാലങ്ങളിൽ ജപിക്കുന്ന മന്ത്രം ഭയങ്കര ഉത്തമമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അത്രയും പവർഫുൾ ആണ്. അതാ ജപിച്ച് അനുഭവം കിട്ടിയവരാണ് ഈ പറയുന്നത്. ദേവിയുടെ മന്ത്രം, ഇനി പറയാൻ പോകുന്ന മന്ത്രം കറക്റ്റ് നിങ്ങൾ 21 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം, നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ച, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ചേരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പലർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി യാചിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നുള്ള ബോധ്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ചിന്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പല ബന്ധങ്ങളും തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതല്ല, അതായത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലരോ അഭിനയിക്കാൻ പഠിക്കണം. നല്ല രീതിയിൽ അഭിനയിച്ച് അവരുടെ നിന്ന് മാക്സിമം ക്യാഷ് അല്ലെങ്കിൽ സ്വത്തോ എന്തെങ്കിലും മാക്സിമം വട്ടിയെടുക്കാൻ ശ്രമിക്കും. ലാസ്റ്റ് അവരെ സീറോ ആക്കി വിടും. അങ്ങനെ കുറച്ച് പേരുണ്ട്. എത്രയേ ഉള്ളൂ. ബന്ധനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ബന്ധങ്ങൾ ഇല്ലാതായാൽ ജീവിതം പിന്നെ ഒരു നൂല് പൊട്ടിയ പട്ടം പോലെയായി തീരാൻ വളരെ നിമിഷങ്ങൾ മതിയാകും. നല്ല ബന്ധങ്ങൾ എന്നും അതിൻ്റെതായ ഒരു പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ്. ബന്ധങ്ങൾ എന്നും ശാശ്വതമാകണമെന്നില്ല. എനിക്ക് ഞാനേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് മതി ജീവിതം മുന്നോട്ട് പോകാൻ. എന്നാൽ ജീവിതത്തിൽ കുറേ പോസിറ്റീവ് എനർജി ലഭിക്കാൻ പതുക്കെ ആയാലും ആ ഒരു ശ്രമം നമ്മൾ തുടരുക തന്നെ വേണം. ബന്ധങ്ങൾ എത്ര ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും, അല്ലെ? പാമ്പിന് കാലില്ല, തേരട്ടയ്ക്ക് എത്ര കാലുകൾ? 2 ലക്ഷമാണ്. ഇന്ന് സ്വന്തം സഹോദരങ്ങൾ പോലും നഷ്ടപ്പെടുകയാണ്. കാരണം ഇന്നത്തെ ബന്ധങ്ങൾ പർവ്വതം പോലെയുള്ള ഒരു പണക്കൂമ്പാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവരെ തേടി പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം എന്ന വിശ്വാസത്തോടെ സർവ്വം ഈശ്വരാർപ്പണമായി സങ്കല്പിച്ച് ജീവിച്ചാൽ ജീവിതം കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കും. നമ്മൾ നല്ലവരെന്ന് വിചാരിച്ചവർ നല്ലവരോ
ചീത്തയെന്ന് വിചാരിച്ചവർ ചീത്തയോ ആവണമെന്നില്ല. ചിലർ അഭിനയിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മറ്റു ചിലർ അഭിനയമില്ലാതെ ജീവിക്കുന്നവരുമായിരിക്കും. മനസ്സ് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സ് സ്കാൻ ചെയ്യുമ്പോഴേ അറിയും നിന്നുന്നതെല്ലാം പൊന്നാണോ. ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ആ ഒരു ചിന്ത നല്ലതായിരിക്കും. അത് ബന്ധത്തിന്റെ കാര്യത്തിലായാലും ഇതുപോലെയൊക്കെ തന്നെ. വരാഹി അമ്മയുടെ മന്ത്രം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്നവർക്ക് അമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ശരിയാണോ, അത് നമുക്ക് കൊണ്ട് ഗുണമുണ്ടോ, അത് ചെയ്താൽ നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളൊരാളോട് ഇടപെടാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ പറയാൻ പോകുന്ന കാര്യം നമ്മളെപ്പോലും സംരക്ഷിക്കാൻ കഴിവുള്ള മന്ത്രമാണ് വരാഹി മന്ത്രം. പഞ്ചമുഖി, ദണ്ഡനാഥ, വാർത്താളി എന്നൊക്കെ നാമത്തിൽ അറിയപ്പെടുന്നതാണ് വരാഹി ദേവി. രാത്രികാലങ്ങളിൽ ജപിക്കുന്ന മന്ത്രം ഭയങ്കര ഉത്തമമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അത്രയും പവർഫുള്ളാണ്. ഇതാ ജപിച്ച് അനുഭവം കിട്ടിയവരാണ് ഈ പറയുന്നത്. ദേവിയുടെ മന്ത്രം, ഇനി പറയാൻ പോകുന്ന മന്ത്രം കറക്റ്റ് നിങ്ങൾ 21 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത്, ഐശ്വര്യം, നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ച, തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ചേരുന്ന ഒരു അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പലർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി യാചിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നുള്ള ബോധ്യമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ചിന്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പല ബന്ധങ്ങളും തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്നവരുണ്ട്. അതല്ല, അതായത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ചിലരോ അഭിനയിക്കാൻ മെടുക്കരുത്. നല്ല രീതിയിൽ അഭിനയിച്ച്